എല്ലാ മാസവും 2 ദിവസം ഞാൻ റെസ്റ്റ് എടുക്കും. അതിന് 3-മത്തെ ദിവസം എനിക്ക് കിട്ടുന്ന പ്രതിഫലമാണ് ഈ കാണുന്ന എൻ്റെ അടുക്കള ട്ടോ. സംഭവം എന്താന്ന് ചിലർക്ക് മനസ്സിലായിട്ടുണ്ടാവും. ഇവിടെ മാസത്തിൽ 2 ദിവസം വേറെ ഇരിക്കുന്ന ഒരു സമ്പ്രദായമുണ്ട്. ആ 2 ദിവസം റെസ്റ്റ് എടുക്കാം എന്നുള്ളതൊക്കെ വാസ്തവം തന്നെയാണെങ്കിലും 3-മത്തെ ദിവസം കുളിച്ച് അടുക്കളയിൽ കയറിക്കഴിഞ്ഞാൽ ആകെ മൊത്തം ഒരു തലപ്രാന്തായിരിക്കും. ഇതിനെ ഒരു വലിയ മാറ്റി നിർത്തലായിട്ടൊന്നും ആരും കരുതണ്ട. സംഭവം നമ്മുടെ വീട്ടിൽ തന്നെ മണ്ഡപമൊക്കെ ഉണ്ട്. അപ്പോൾ അവിടെ പോയി വളക്കൊക്കെ വെക്കുന്നതാണ് ഏട്ടനും മക്കളും ഒക്കെ. ആ കാരണം കൊണ്ട് നമ്മൾ ഈ ഒരു ആചാരം ആർക്കും ബുദ്ധിമുട്ടില്ലാത്ത രീതിയിൽ ഇങ്ങനെ കൊണ്ടുപോകുന്നു എന്ന് മാത്രമേ ഉള്ളൂ. ഫ്യൂച്ചറിലൊക്കെ നമ്മുടെ മക്കൾ പെണ്ണൊക്കെ കൊണ്ടുവരുന്ന സമയമാകുമ്പോഴത്തേക്കും ഇതെല്ലാം നിൽക്കുമായിരിക്കും. കാരണം വരും തലമുറയ്ക്കൊന്നും ഇത് അക്സെപ്റ്റ് ചെയ്യാൻ പറ്റിക്കോണം എന്നുണ്ടാവില്ല. എനിക്ക് തന്നെ വയ്യ, പിന്നെ ഇപ്പോഴത്തെ കാലത്തെ കുട്ടികൾക്ക് പറയണം അല്ലേ. പക്ഷേ എനിക്കിതൊരു വലിയ ബുദ്ധിമുട്ടായിട്ടൊന്നും തോന്നാറില്ല കേട്ടോ. അതിന് കാരണമുണ്ട്. എനിക്ക് ഈ മാസത്തിൽ ഈ ഒരു 2-3 ദിവസം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഭയങ്കര ബുദ്ധിമുട്ടാണ്. പീരിയഡ് ഡേയിൽ ശരിക്കും ഒരു അസുഖം ബാധിച്ച പോലെ എനിക്ക് ക്ഷീണവും അതുപോലെ മൊത്തത്തിൽ എനിക്ക് വയ്യായ്കയായിരിക്കും. ആകെ മൊത്തം വല്ല പനി പിടിച്ച അവസ്ഥയായിരിക്കും. ആ ഒരു സമയത്തൊരു റെസ്റ്റ് കിട്ടുന്നത് ഞാൻ ശരിക്കും അത് ആസ്വദിക്കാറുണ്ട്. സുഖമായിട്ടൊരു 10 കിടന്നുറങ്ങാമല്ലോ. വീടൊക്കെ ആകെ മുഷിങ്ങിട്ടായിരിക്കും കിടക്കുക. കാരണം നമ്മൾ പെണ്ണുങ്ങൾ കൊണ്ടു നടക്കുന്ന പോലെ കെട്ടിയവനും മക്കളൊന്നും വീട് കൊണ്ടു നടന്നാൽ അതൊരു വൃത്തി മെനയൊന്നും ക്ലിയർ ആവില്ല. എല്ലാവരുടെ കാര്യമല്ല കേട്ടോ പറയണത്, എൻ്റെ വീട്ടിലത്തെ കാര്യമാണ് പറയണത്. എന്നാലും ഞാൻ എന്താ പറയുക, കണ്ണും പൂട്ടിയാണ് കിടക്കും. ആ 2 ദിവസം ഞാനവിടെ റെസ്റ്റ് എടുക്കും. പക്ഷെ ആ 2 ദിവസത്തെ റെസ്റ്റിന് 3-മത്തെ ദിവസം ഞാൻ വലിയ വില കൊടുക്കാറുണ്ട്. എൻ്റെ അടുക്കളയൊക്കെ ആകെ മൂഷിപ്പിച്ചാണ് എനിക്ക് അവർ തിരിച്ച് തരാറ്. അപ്പോൾ ഞാൻ രാവിലെ വേഗം വന്ന് ക്ലീനിങ് ആണ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. പാത്രങ്ങളെല്ലാം കഴുകി മോറി അടുക്കള തുടച്ച് ശുദ്ധി കലശം നടത്തിയിട്ടാണ് കുക്കിംഗ് പരിപാടികളിലേക്ക് കടന്നത് കേട്ടോ. ഞാൻ ഇന്നലെ ഏട്ടൻ്റെ അടുത്തും ആദ്യടുത്തും പറഞ്ഞു, നിങ്ങളൊരു കാര്യം ചെയ്യും, കുറച്ച് അരി തിളപ്പിച്ച് വെക്കും, തെർമ കുക്കറിൽ വെച്ച് കഴിഞ്ഞാൽ രാവിലെ എനിക്ക് കുളിച്ച് കയറി കഴിഞ്ഞാൽ അതങ്ങോട്ട് എടുത്ത് വാർത്ത് കഴിഞ്ഞാൽ പണികളൊക്കെ കുറച്ച് എളുപ്പമാവുമല്ലോ. അപ്പോൾ ആദ്യമാണോ ഏട്ടനാണോ അറിയില്ല, ഞാനത് ചോദിച്ചിട്ടുണ്ടായിരുന്നില്ല. ആരോ ഒരാൾ അരിയൊക്കെ തിളപ്പിച്ച് തെർമ കുക്കറിലേക്ക് വെച്ചിട്ടുണ്ടായിരുന്നു. ഞാൻ രാവിലെ അതെല്ലാം തുറന്ന് നോക്കിയപ്പോൾ വേണ്ടിയിരുന്നില്ല എന്നായി പോയിട്ടോ. ശരിക്കും അരി ഇങ്ങോട്ട് കുതിർന്നിരിക്കുക, അത്രയേ ഉള്ളൂ. വെന്തിട്ടേ ഉണ്ടായിരുന്നില്ല, ഒന്നും കൂടെ കുതിർന്ന് ഒന്ന് ചോറിൻ്റെ കളറ് വന്നിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഞാനത് സ്റ്റവേയിൽ വെച്ച് വീണ്ടും വേവിച്ച് അത് ചോറാക്കി എടുക്കുകയാണ് ഉണ്ടായത്. അങ്ങനെ വീണ്ടും അത് തിളപ്പിച്ച് ചോറാക്കി വാർത്ത് അങ്ങനെ സെറ്റാക്കി. എന്നാലും കുഴപ്പമില്ല, രാവിലെ അരി അടുപ്പത്തിട്ട് വേവുന്നതിനേക്കാളും സ്പീഡിൽ അത് ചോറായി കിട്ടിയിട്ടുണ്ട്. അപ്പോൾ എൻ്റെ ആദ്യം ഉണ്ടല്ലോ എന്നെ കളിയൊക്കെ വേണ്ടി കാണിക്കുന്നതാണിത് കേട്ടോ. എനിക്ക് കുറച്ച് സമയം ഒറ്റയ്ക്ക് നിൽക്കാനാണ് ഇഷ്ടം. പുറം കാഴ്ചകളെല്ലാം കണ്ട് അതിമനോഹരമായ കാഴ്ചകൾ എന്തൊക്കെയോ പറയുന്നുണ്ടായിരുന്നു. അതെന്താ കാരണം വെച്ചാൽ മുന്നേ ഒരു വ്ളോഗിൽ ഞാൻ ഇതുപോലെ മുറ്റത്ത് കൂടെ നടന്ന് ചായ കുടിച്ചായിരുന്നു. ആ സമയത്ത് ഞാൻ കുറച്ച് പഞ്ച് ഡയലോഗൊക്കെ അടിച്ചു. അപ്പോൾ അതെല്ലാം കേട്ടിട്ട് അവനെന്നെ കളിയാക്കുകയാണ്. അച്ചൂട്ടൻ അതിൻ്റെ ഇടയ്ക്ക് സൈക്കിളെടുത്ത് ഒന്ന് ഓടിക്കാൻ വേണ്ടി പരിശ്രമിച്ചു. പക്ഷേ ഞാൻ കയ്യോടെ പൊക്കി ഓടിച്ചു വിട്ടിട്ടുണ്ട്. സ്കൂളുള്ള ദിവസം രാവിലെ തന്നെ സൈക്കിൾ ഓടിച്ച് കളിച്ചാൽ ശരിയാവില്ലല്ലോ. അച്ചൂട്ടനും ആദ്യം എൻ്റെ അടുത്ത് നിന്ന് കത്തി വെക്കുകയാണ് കേട്ടോ. സംഭവം വേറെ ഒന്നല്ല, രണ്ടാൾക്കും ഒരു നായക്കുട്ടീനെ വേണമെന്നാണ് ആവശ്യം. എങ്ങനെയും ഒരു നായക്കുട്ടിയെ വാങ്ങിത്താ അമ്മ ഞങ്ങൾക്ക് വളർത്താനായിട്ട് ഞങ്ങൾക്ക് പറയുകയാണ്. അപ്പം ഞാൻ പറഞ്ഞു, നിനക്കൊരു നായക്കുട്ടിയായിട്ട് അച്ഛനെയും ഒരു നായക്കുട്ടിയായിട്ട് നിന്നെയും കണ്ട് അങ്ങനെ അങ്ങോട്ട് വളർത്തിക്കോ. നായക്കുട്ടീനെ എന്തായാലും ഇപ്പോൾ വാങ്ങിത്തരാൻ ഉദ്ദേശിച്ചിട്ടില്ല എന്നൊക്കെ പറയുമായിരുന്നു. നമുക്ക് മതിലും കാര്യങ്ങളൊന്നും ഇല്ലാത്തതുകൊണ്ടേ നായയൊക്കെ വളർത്തുമ്പോഴത്തേക്കും അതിനെ ഇത്തിരി തുറന്നു വിടാനും അതിന് നടക്കാനും ഒക്കെയുള്ള സൗകര്യങ്ങൾ വേണം. കിടക്കാൻ നല്ല കൂടും അതൊന്നും ഇല്ലാണ്ട് ഇവന്മാരെ വർത്താനം കേട്ട് നമ്മൾ അതിനൊക്കെ നിന്ന് കഴിഞ്ഞാൽ അവസാനം ഞാൻ നായക്കുട്ടീനെയും കൂടി നോക്കേണ്ട അവസ്ഥയിലേക്ക് എത്തും. അതുകൊണ്ട് ആ ആഗ്രഹമൊക്കെ തൽക്കാലം മാറ്റി വയ്ക്കാൻ ഞാൻ പറഞ്ഞിട്ടുണ്ട്. എപ്പോഴെങ്കിലുമൊക്കെ പറ്റുമെങ്കിൽ ഒന്നിനെ കിട്ടിയാൽ വാങ്ങി കൊടുക്കുകയും ചെയ്യണം. ഉണ്ണികളല്ലേ, അവരുടെ കുഞ്ഞു ആഗ്രഹങ്ങൾ നമ്മൾ നടത്തി കൊടുക്കണ്ടേ അല്ലേ. അപ്പോൾ ആ ടോപ്പിക്ക് തൽക്കാലം ഞാൻ അവിടെ അവസാനിപ്പിച്ച് 2നെയും കുളിക്കാനായിട്ട് പറഞ്ഞയച്ചു കേട്ടോ. അപ്പോൾ പിട്ടൊക്കെ ഉണ്ടാക്കൽ കഴിഞ്ഞിട്ട് നമ്മൾ ലഞ്ച് ബോക്സിന് വേണ്ടിയിട്ട് ഇന്ന് സോയാബീൻ വറക്കുകയാണ്. അപ്പോൾ കുറച്ച് തിളച്ച വെള്ളം റെഡിയാക്കിയിട്ട് ആവശ്യത്തിനുള്ള സോയാബീൻ അതിലിട്ട് അങ്ങനെ ഇളക്കി വെച്ചിട്ടുണ്ട്. ഇന്ന് നമുക്ക് ഉച്ചയ്ക്ക് ചോറിനൊഴിച്ച് കഴിക്കാനായിട്ട് മാന്തൽ മീൻ വറ്റിക്കുകയാണ്. അപ്പോൾ ഞാൻ നേരത്തെ തന്നെ മാന്തൽ നന്നാക്കി വെള്ളത്തിലിട്ട് ഉപ്പൊക്കെ കളഞ്ഞ് റെഡിയാക്കി വെച്ചിട്ടുണ്ടായിരുന്നു.
അപ്പോൾ അതിലോട്ട് വറ്റിക്കാൻ വേണ്ടിയിട്ട് വലിയുള്ളിയും പച്ചമുളകും കൂടെ മിക്സിയുടെ ജാറിൽ അരച്ചെടുത്തു. ശേഷം കുറച്ച് മഞ്ഞൾപ്പൊടിയും ആവശ്യത്തിന് വെള്ളവും ഒഴിച്ചിട്ട് അത് അടച്ച് വെച്ചിട്ടാണ് നമ്മൾ വറ്റിച്ചെടുക്കുക കേട്ടോ. മുന്നേ വ്ളോഗിൽ ചെയ്തിട്ടുണ്ട് തോന്നുന്നുണ്ട് ഇങ്ങനെ. ചിലർക്കൊക്കെ അറിയുണ്ടാവും മാന്തൾ വറ്റിക്കുന്നത്, ചിലർക്ക് ഇത് അങ്ങനെ അറിയണുണ്ടാവില്ല അല്ലേ. ഇങ്ങനെ ഒരു രീതി നല്ല ടേസ്റ്റാണ് ഇങ്ങനെ മാന്തൾ വറ്റിച്ച് കഴിഞ്ഞാൽ കേട്ടോ. ശരിക്കും നമ്മൾ ഈ മീൻ വറ്റിക്കുമ്പോൾ ചെറിയ ഉള്ളിയാണ് ചേർത്ത് കൊടുക്കേണ്ടത് കേട്ടോ. അപ്പോഴാണ് നല്ല ടേസ്റ്റ് ഉണ്ടാവുക. ഞാൻ സമയക്കുറവ് കൊണ്ടും എളുപ്പത്തിനും വേണ്ടി വലിയുള്ളി എടുത്തതാണ്. അപ്പോൾ ആരെങ്കിലും ഇങ്ങനെ ഉണ്ടാക്കി നോക്കണം എന്ന് കരുതുന്നുണ്ടെങ്കിൽ ചെറിയ ഉള്ളി തന്നെ എടുക്കുക. അതുപോലെ മിക്സിയുടെ ജാറിൽ അരയ്ക്കാണ്ട് നമ്മുടെ കല്ലിലോ അല്ലെങ്കിൽ അമ്മിയിലോ ചതച്ചെടുക്കുക ഉള്ളി. അപ്പോൾ അതിങ്ങനെ ജസ്റ്റ് ചതങ്ങി കിട്ടും. നല്ലോണം അരഞ്ഞു കഴിഞ്ഞാൽ വേറൊരു രീതിയിൽ വേറൊരു ടേസ്റ്റിലേക്ക് പോവുകയുള്ളൂ. ശേഷം കറിയൊക്കെ വെന്ത് കഴിഞ്ഞാൽ വെളിച്ചെണ്ണയും കറിവേപ്പിലയൊക്കെ ഒഴിച്ചിട്ട് ചോറിലോട്ട് ഒഴിച്ച് അങ്ങോട്ട് കഴിക്കുക. അത്രയേ ഉള്ളൂ കേട്ടോ പണി. അപ്പം ഞാൻ കുറച്ച് പാത്രങ്ങളൊക്കെ കഴുകണ്ടായിരുന്നു, അതെല്ലാം കഴുകിയെടുത്തു. അതിനുശേഷം സോയാബീൻ നല്ല മൊരിച്ചെടുത്തുകൊണ്ടിരിക്കുകയാണ്. അച്ചൂട്ടന് വെറും സോയാബീൻ മതി എന്ന് പറഞ്ഞാണ്. അപ്പോൾ എൻ്റെ എഴുത്തിയമ്മ കുറച്ച് അവിയൽ തന്നിട്ടുണ്ടായിരുന്നു, അതും ഞാൻ ആക്കി കൊടുത്തിട്ടുണ്ട് അവൻ്റെ തട്ടയിൽ കൂട്ടുകാർക്ക് കൊടുക്കാൻ വേണ്ടിയിട്ട് കേട്ടോ. എൻ്റെ ലഞ്ച് ബോക്സിൽ ഞാൻ അവിയലും നിറച്ചിട്ടുണ്ട്, അതുപോലെ തന്നെ നമ്മുടെ മീൻ വറ്റിച്ചതും ആക്കിയിട്ടുണ്ട്. രണ്ടും വലിയ സെറ്റൊന്നും അല്ല, രണ്ടും കൂടി ചേരുമ്പോൾ. എന്നാലും രണ്ടും എനിക്ക് ഇഷ്ടമാവുകൊണ്ട് അത് രണ്ടും കുത്തി നിറച്ചിട്ടുണ്ട് പാത്രത്തിൽ കേട്ടോ. ഇന്നത്തെ രാവിലത്തെ പണികൾ കണ്ടപ്പോൾ ഇന്ന് ഓഫീസിൽ പോകാൻ വേണ്ടി നേരം വൈകുന്ന ഓർത്തയാണ്. പക്ഷെ ചടപടേന പണികളെടുത്ത കാരണം കൊണ്ട് നേരമൊന്നും വൈകിയില്ല. ഞാൻ പിന്നെ നേരത്തെ എണീക്കുകയും ചെയ്തായിരുന്നു. അങ്ങനെ എൻ്റെ പുറപ്പെടലൊക്കെ കഴിഞ്ഞ് ഞാനൊരു ഷോർട്സൊക്കെ അങ്ങോട്ട് ചെയ്തു. പിന്നെ നടന്ന് തന്നെയാണ് ഓഫീസിലേക്ക് പോയേട്ടാ. ഏട്ടന് രാവിലെ ഓട്ടുണ്ട് പറഞ്ഞ് നേരത്തെ പോയായിരുന്നു ആൾ. പിന്നെ ഓഫീസിലെത്തി ഡ്യൂട്ടിയൊക്കെ കഴിഞ്ഞ് വൈകിട്ട് അച്ചൂട്ടൻ ഓഫീസിലേക്ക് വന്നു. പിന്നെ ഞങ്ങൾ രണ്ടുപേരും അങ്ങനെ നടന്ന് പാടത്തു കൂടെയാണ് നമ്മളുടെ വീട്ടിലേക്ക് പോകുന്നത്. എന്താ എൻ്റെ പശു അച്ചൂട്ടൻ പറഞ്ഞത് കേട്ടോ, പശുവിൻ്റെ പുറകെ നിറയെ ചാണകമൊക്കെയാണ്. അപ്പം അത് വീഡിയോയിൽ ഇടണ്ട, പശുവിന് ഒരു വിഷമമായാലോ എന്നാണ് അവൻ പറയുന്നത് കേട്ടോ. മീനൊന്നുമില്ല കണ്ടോ ശ്രദ്ധിച്ചു നോക്ക്. മീനത് എന്താ തവളപ്പൊട്ടിലാടാ. തവളപ്പൊട്ടിൽ ഇത്ര സ്പില്ലോ നീ ഇത്ര സ്പില്ലോ ആ മീൻ കുട്ടികള് കുട്ടികളുണ്ടാമോ കുഞ്ഞു കുട്ടികള് ഇറങ്ങി പിടിക്കാൻ കുഞ്ഞേ കുട്ടികള് തവളപ്പൊട്ടി അത് മീനുകളെ കുഞ്ഞു കുഞ്ഞു മീനാ. കുഞ്ഞ് നാപ്പുറത്ത് അങ്ങോട്ട് പോയി ഞങ്ങൾ നടക്ക് നടക്ക് അമ്മ ഇവിടുന്ന് കിട്ടിയില്ലെങ്കിൽ അങ്ങോട്ട് പോവാം. നടക്ക് എന്തിന്? അങ്ങോട്ട് പോവാം. ആ പിന്നെ പ്ലീസ് അമ്മ അവിടെ ആൾക്കാർ കണ്ടുപിടിക്കുക. അച്ചൂട്ടന് വീട്ടിലെത്തിയ പാട് തിരിച്ച് ഈ പാടത്തേക്ക് തന്നെ വന്ന് തോട്ടിൽ നിന്ന് മീൻ പിടിക്കണം എന്നുള്ളതാണ് അവൻ്റെ ആവശ്യം കേട്ടോ. അപ്പോൾ അതിന് വേണ്ടി എൻ്റെ അടുത്ത് ഇങ്ങനെ റെക്കമെൻഡ് ചെയ്തുകൊണ്ടേ ഇരിക്കുകയാണ്. ഞാൻ പോരാന്നൊക്കെ പറഞ്ഞു. വീട്ടിലെത്തിക്കഴിഞ്ഞാൽ വാക്ക് മാറ്റാമെന്നാണ് പോകുന്ന വഴിക്ക് തീരുമാനിച്ചിട്ടുണ്ടായിരുന്നത്. അതുപോലെ ഞാൻ ഇന്നലത്തെ വീഡിയോയിൽ പറഞ്ഞില്ലേ എൻ്റെ കൈവേദനയുടെ പ്രശ്നം. അപ്പോൾ ഇന്നലെ വൈകിട്ടായിട്ട് എന്നെ ഡോക്ടറെ അടുത്ത് കൊണ്ടുപോയിട്ടാ. അപ്പോൾ ഡോക്ടർ എന്താ പറഞ്ഞു വെച്ചാൽ ഇങ്ങനെ ഇരുന്ന് ചെയ്യുന്ന ഡ്യൂട്ടി അല്ലേ, ഓഫീസ് ഡ്യൂട്ടി. രാവിലെ ഇവിടെ എത്തിക്കഴിഞ്ഞാൽ വൈകിട്ട് വരെ ഒരൊറ്റ ഇരിപ്പാണ്. അതും ഈ പറഞ്ഞേം കൂട്ടി ഇങ്ങനെ എന്താ പറയുക, നമ്മൾ നിവർന്നിരിക്കണില്ല, കുമ്പിട്ട് ഇങ്ങനെ ഇരിക്കുകയല്ലേ. അപ്പം ഇങ്ങനെ മൂന്ന് വളഞ്ഞിരിക്കും. അങ്ങനെ ആകുമ്പോഴത്തേക്കും ഇങ്ങനെ ഞരമ്പിനൊക്കെ പ്രശ്നമാണത്രേ. അങ്ങനെ ഇരിക്കാൻ പാടില്ല, കുറച്ച് നേരം എണീറ്റ് നടക്കുക അല്ലെങ്കിൽ നിവർന്നിരിക്കുകയോ ചെയ്യണം. അതല്ലാന്നുണ്ടെങ്കിൽ നമുക്ക് ഈ വേദന കൂടെ ഉണ്ടാവും. അപ്പോൾ അതൊക്കെ ശ്രദ്ധിക്കാൻ പറഞ്ഞ് മരുന്നുകളൊക്കെ തന്നിട്ടുണ്ട് കേട്ടോ. കൂട്ടത്തിൽ 3 മാസം നിർത്താണ്ട് വിറ്റാമിൻ ഡിയുടെ ഗുളികയും കുടിക്കാൻ പറഞ്ഞിട്ടുണ്ട്. ഞങ്ങളുടെ സാറ് പറഞ്ഞേ നമ്മളെ പീട്ട് കളിക്കണം, മഴയത്ത് കൊള്ളാൻ പ്രശ്നമില്ല. ഞാനും ചെറുപ്പത്തിൽ ഇങ്ങനെ കൊള്ളയിലൊക്കെ ഉണ്ട്. പക്ഷെ എച്ചമ്മ എന്തായാലേ കൊടുങ്ങുന്നു സാറ്. അമ്മ ഇക്കമ്മ പേടിയായി. ഞാൻ വീട്ടിൽ ചെന്ന അമ്മേനെയും ചീത്തക്കൊന്നു. സാറ് പറഞ്ഞോളിക്കില്ല. അച്ചൂട്ടൻ്റെ സ്കൂളത്തെ വിശേഷങ്ങളൊക്കെ വരുന്ന വഴിക്ക് എൻ്റെ അടുത്ത് പറഞ്ഞുകൊണ്ടേ ഇരിക്കുകയാണ് കേട്ടോ. ഞങ്ങൾ രണ്ടുപേരും ഇങ്ങനെ വരുന്ന വഴിക്ക് ആരെങ്കിലും ഇപ്പോൾ ഫോണൊക്കെ ചെയ്ത് കഴിഞ്ഞാൽ ഞാൻ സംസാരിച്ച് ഇങ്ങനെ നടക്കും. എന്ന് വെച്ചാൽ ഞാൻ അധികം ഓഫീസിൽ നിന്ന് ഇറങ്ങിക്കഴിഞ്ഞാൽ അമ്മേനെയും അനിയത്തിനെയും ആരെങ്കിലുമൊക്കെ ഫോൺ ചെയ്യും. എന്നിട്ട് ഇങ്ങനെ നടന്നു വരുമ്പോൾ സംസാരിക്കും. ഇപ്പോൾ വീട്ടിലെത്തുന്നത് അറിയില്ല, ദൂരം അറിയില്ല.
പക്ഷെ അച്ചൂട്ടുണ്ടെങ്കിൽ ഞാൻ ഫോൺ വിളിക്കില്ല. ഫോൺ എടുത്തു കഴിഞ്ഞാൽ അവൻ അപ്പം തെറ്റുവേ. അതുകൊണ്ട് അച്ചൂട്ടുള്ള സമയത്തൊക്കെ ഞങ്ങൾ രണ്ടുപേരും ഇങ്ങനെ വർത്താനം പറഞ്ഞിട്ടൊക്കെയാണ് വീട്ടിലേക്ക് പോരുക കേട്ടോ. അപ്പൊ ഈ ഒരു ഭാഗത്തെത്തിയപ്പോ ആളവിടെ നിന്ന് കളിക്കുകയാണ്. ഇത്ര പറഞ്ഞിട്ടും നടക്കണേ ഉണ്ടായിരുന്നില്ല. നടക്ക് 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 മീൻ പിടിക്കാൻ പോകും, പക്ഷെ ഒരു മീനും കിട്ടും ചെയ്യില്ല. എത്ര പോകുമ്പോ ഈ ശബ്ദം നോക്കാ. ഇത് ഈ ശബ്ദമാണ് നമ്മളെ അമ്മമ്മയുടെ പണി. നല്ല തെളിഞ്ഞ വെള്ളായില്ലേ. ആ ചാടി അതിൽ കിടക്കും പോകും. ആ വയ്ക്കും അവിടെ കിടക്കലേ ഉണ്ടാവുള്ളൂ. സിദ്ധു വീഴും. അതിന് വേണ്ടിയിട്ടാണ് ഇപ്പൊ കാണിച്ചിട്ടുള്ളത്. സിദ്ധുട്ടിനെ വേഗം നടക്കേ. നടക്ക കുഞ്ഞ, നടക്കാൻ പറ്റും. നല്ല കുട്ടിയല്ലേ, നല്ല കുട്ടിയല്ലേ. വേഗം നടക്കേ. ഓടെ മിടുക്കനായിട്ട് ഓടി. എന്നാ അങ്ങോട്ട് തിരിഞ്ഞ് നടക്കേ. എനിക്ക് കൈ വേവിച്ചിട്ട് വയ്യേ. തെറ്റിയാണത്. എൻ്റെ ഒരുവിധ എല്ലാ വീഡിയോയിലും നമ്മുടെ പാടവും തോടും നാട്ടുംപുറവും അതുപോലെ നമ്മുടെ തറവാട് വീടും അതിൻ്റെ മുന്നിലുള്ള ഉതിർമുല്ല മരം ഒക്കെ ഞാനിങ്ങനെ ഉൾക്കൊള്ളിക്കാറുണ്ട്. എനിക്ക് എന്താ വെച്ചാൽ ഇങ്ങനെയുള്ള ഭാഗങ്ങളൊക്കെ വീഡിയോ എടുക്കാൻ ഭയങ്കര ഇഷ്ടമാണ്. ഒരു തവണ ഇൻസ്റ്റാഗ്രാമിൽ ഒരു ചേച്ചി മെസ്സേജ് ചെയ്യണ്ടായി. അവർക്ക് ഏറ്റവും ഇഷ്ടമുള്ള കാര്യം എന്താ അത്ര അറിയോ? ഞങ്ങളുടെ വീടിൻ്റെ മുന്നിൽ ഒരു കവുങ്ങുമതിൽ ഉണ്ടാക്കിയിട്ടില്ലേ, അത്. ചേച്ചിയുടെയൊക്കെ കുട്ടിക്കാലത്താണ് ചേച്ചി അങ്ങനെയൊക്കെ കണ്ടിട്ടുള്ളത്. അപ്പം എനിക്ക് ഒത്തിരി സന്തോഷമായി, ഒത്തിരി ഇഷ്ടമായി രശ്മി എന്നൊക്കെ പറഞ്ഞ് എനിക്ക് വലിയൊരു മെസ്സേജൊക്കെ അയച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ലക്ഷ്മി ചേച്ചിക്ക് കാണാൻ വേണ്ടി ഞാൻ എപ്പോഴും ആ ഒരു കവുങ്ങുമതിൽ എൻ്റെ വീഡിയോസിലൊക്കെ ഉൾക്കൊള്ളിക്കാറുണ്ട്. എനിക്ക് ലക്ഷ്മി ചേച്ചി ഒരുപാട് ഇഷ്ടമാണ് കേട്ടോ. എൻ്റെ ആദ്യം ഞാൻ വന്നേം പാട് എൻ്റെ ഫോട്ടോ ഒക്കെ എടുത്ത് ഏതോ ഒരു ആപ്പിലിട്ട് എന്തോ ഒരു കോമാളി വേഷമൊക്കെ ആക്കുകയാണ് എന്നെ. എനിക്കാണെങ്കിൽ കൈ വേദനിച്ചിട്ട് പ്രാന്ത് പിടിച്ചാ വരുന്നത് കേട്ടോ. എന്നാലും അവൻ്റെ കുട്ടിക്കളിക്കും കുട്ടിപ്രാന്തിനും ഒക്കെ നിന്നെടുത്തു. എൻ്റെ ഉണ്ണി ഞാൻ വന്നപ്പോഴത്തേക്കും ചായ ഒക്കെ ഉണ്ടാക്കി ചെയ്യുന്നു കേട്ടോ. അത് കണ്ടപ്പോൾ തന്നെ എൻ്റെ മനസ്സ് നിറഞ്ഞു. നല്ല അടിപൊളി ചായ ആയിരുന്നു ആദ്യം ഉണ്ടാക്കി ചെയ്യുന്നത്. ഡ്രസ്സൊക്കെ ഒന്ന് മാറ്റിയിട്ട് ചായ കുടിക്കാൻ ഓർത്ത് റൂമിൽ പോയപ്പോൾ കണ്ട ഒരു കാഴ്ചയാണ് ഇപ്പോൾ ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരണേ. ഒരുത്തൻ വാതിലൊക്കെ അടച്ച് കട്ടിലേല് കടന്ന് കരയുകയാണ് കേട്ടാ. എന്തിനാന്ന് ആർക്കെങ്കിലും പിടുത്തം കിട്ടിയോ? ഡ്രസ് മാറ്റി. എന്താ പ്രശ്നം? ചൂണ്ടുണ്ടാക്കിയൊക്കെ പറഞ്ഞത് നോക്കുക. ചൂണ്ട ഈ വാടിച്ചെടുത്ത് നോക്കില്ലേ? അപ്പൊ ഉണ്ടാക്കിയതായി കുറച്ചുണ്ടല്ലോ. ഇപ്പൊ പോകണം ഉണ്ടാക്കി തായോ. നീക്കുമ്പോ നീക്ക് നടക്കേ നടക്കപ്പോ ഡ്രസ് മാറ്റി. നീക്കുണ്ടേ നീക്കേ ഡ്രസ് മാറ്റും. ശരി അയ്യോ സിദ്ധുവേ ഞാനുണ്ടല്ലോ. അച്ചൂട്ടനെ അവസാനം പാടത്ത് കൊണ്ടുപോവാ മീൻ പിടിക്കാനായിട്ട് എന്നൊക്കെ പറഞ്ഞ് വാക്കൊക്കെ കൊടുത്തതിന് ശേഷമാണ് സിറ്റ് ഔട്ടിക്ക് ചായ കുടിക്കാൻ വേണ്ടി വന്നേ. ചായ കുടിക്കലൊക്കെ കഴിഞ്ഞിട്ട് ഞാൻ ഇപ്പം ചെയ്യണത് എന്താ വെച്ചാലേ, ടെറസിൻ്റെ മുകളിൽ നല്ല വേനൽക്കാലത്ത് തണുപ്പാവാൻ വേണ്ടിയിട്ട്, ചൂട് കുറയ്ക്കാൻ വേണ്ടിയിട്ട് പട്ട കൂട്ടിയിട്ടുണ്ടായിരുന്നു. അത് കൊല്ലം മറിയ അവിടെ അങ്ങനെ കടന്നു തന്നെ. അത് നല്ല ജൈവവളമായിരുന്നു കേട്ടോ. അപ്പോൾ ഞാൻ 1-2 ചാക്കിൽ അത് നിറച്ച് വെച്ചിട്ടുണ്ടായിരുന്നു. എൻ്റെ കെട്ടിയോൻ എന്ത് ചെയ്തിട്ടുണ്ടോ, അടിച്ചു വാരി കൂട്ടിയ വേസ്റ്റാന്ന് ഓർത്തിട്ട് അതെല്ലാം എടുത്ത് കളഞ്ഞിരിക്കുക. എന്താ ഞാൻ ആ മനുഷ്യനെ ചെയ്യാം? നല്ലോണം വഴക്കൂട്ടിട്ടോ ഇതെന്തിനാ കളഞ്ഞു വെച്ചിട്ട്. അപ്പോൾ ഏട്ടൻ പറയണത് അത് വേണ്ടതാണെങ്കിൽ വേണ്ടോടത്ത് കൊണ്ടെടുത്ത് വെക്കുന്നത്. ടെറസിൻ്റെ മുക്കിൽ ചാക്കിൽ നിറച്ച് വെച്ചാണ്. അത് അവിടെ ഇരുന്ന എന്താ കുഴപ്പം? ഞാൻ താഴെ എവിടെയെങ്കിലും വെച്ചിട്ട് അത് തട്ടി മറിഞ്ഞ് അവിടെ ഇവിടെ ആവണ്ടെന്ന് ഓർത്തിട്ട് ടെറസിൻ്റെ മുകളിൽ വെച്ചാണ്. അതിൻ്റെ മുകളിൽ തന്നെ കോരിയെടുത്ത് നിറച്ചതല്ലേ. എന്തായാലും അത് കളഞ്ഞു. കുറേയൊക്കെ ഞാൻ ബക്കറ്റിൽ നിറച്ചിട്ടുണ്ട്. അതിൽ കുറച്ചെടുത്തിട്ട് ഞാൻ എൻ്റെ
ചെടിച്ചട്ടിയിലൊക്കെ ഇങ്ങനെ നിറച്ച് കൊടുക്കുകയാണ് കേട്ടോ. ഇങ്ങനെ നിറച്ചിട്ടൊന്നും കാര്യമില്ല, മൊത്തത്തിലൊന്ന് റീപോർട്ട് ചെയ്യാനായിട്ടുണ്ട്. മെനക്കെടാത്തോണ്ടാണ്. ഒരുപാട് ചെടികളൊന്നും ഇല്ല, കുറച്ചല്ലേ ഉള്ളൂ. എന്നാലും ഉള്ളത് നല്ലപോലെ നോക്കിക്കഴിഞ്ഞാൽ ഈ ഒരു സമയത്ത് നല്ല പൂക്കളൊക്കെ ഉണ്ടാവുമല്ലോ. എൻ്റെ അച്ചൂട്ടൻ ചൂണ്ടയും പിടിച്ചിട്ട് ഇങ്ങനെ കാവല് നിൽക്കുകയാണ്. ഞാൻ ഈ ചെടിച്ചട്ടിയിലൊക്കെ ഇത് നിറച്ച് കഴിഞ്ഞാൽ പാടത്തേക്ക് പോരുണ്ടാവും ഇങ്ങനെ പ്രതീക്ഷിച്ചിട്ടാ. പോരാന്ന് ഞാൻ പറഞ്ഞിരിക്കുകയാണ്. അല്ലാന്നുണ്ടെങ്കിൽ എവിടെയെങ്കിലും ഒരു മുക്കി പോയി കടന്ന് അഭിനയിച്ച് കരയോ അവൻ. അതാണ് അവൻ്റെ ഒരു ശീലം. ആദ്യമാണ് വീഡിയോ ഒക്കെ എടുത്ത് തരുന്നത് കേട്ടോ. അപ്പം ഞാൻ മുന്നേ ഒരു വ്ളോഗിലേ ഉള്ളിക്കൊട്ട പോലെ ഒരു പോട്ടിൽ ഇതുപോലെ കുറച്ച് ചെടിയൊക്കെ കുഴിച്ചിട്ടുണ്ടായിരുന്നു. അപ്പം അത് നല്ല രീതിക്ക് ഇപ്പോൾ ഉണ്ടായിട്ടുണ്ട് കേട്ടോ. അങ്ങനെ എൻ്റെ ചെടിച്ചട്ടിയിൽ ജൈവവളമൊക്കെ നിറച്ചതിന് ശേഷം മക്കളെ കൂട്ടി പാർത്തിക്ക് ഇറങ്ങിയിട്ടുണ്ട്. തോട്ടിൽ പോയി മീൻ പിടിക്കാമെന്നാണ് ആദ്യം ഓർത്തത്. അപ്പോൾ താത്ത വീട്ടിൽ ഏട്ടൻ ഉണ്ടായിരുന്നു, വലിയ ഏട്ടൻ കേട്ടോ. അപ്പോൾ ഏട്ടൻ പറഞ്ഞു, എന്തിനാ ആ തോട്ടിലൊക്കെ പോയിട്ട് മീനെ പിടിക്കാൻ നോക്കുന്നത്, നമ്മളെ കുളത്തിൽ തന്നെ ഉണ്ടാവും കുഞ്ഞു മീനുകളൊക്കെ, അവിടെ ഇരുന്ന് അങ്ങോട്ട് ചൂണ്ടലിട്ടോളൂ എന്ന് പറഞ്ഞേ. അപ്പം ഞാൻ കുളത്തിൻ്റെ വക്കത്ത് ഇരുന്നു. എന്നാൽ പിന്നെ അവർ മീൻ അങ്ങോട്ട് പിടിക്കട്ടെ എന്ന് വിചാരിച്ചിട്ട്. പക്ഷെ കുളത്തിലിങ്ങനെ വെള്ളം നിറഞ്ഞ് നിൽക്കുകൊണ്ട് എനിക്ക് ഭയങ്കര ഒരു ടെൻഷൻ. കുളം മാത്രമല്ല, കുളത്തിൻ്റെ തൊട്ടടുത്ത് തന്നെയായിട്ട് അത്യാവശ്യം നല്ല രീതിക്ക് ആഴമുള്ളൊരു കിണറുണ്ട്. എൻ്റെ വ്ളോഗുകൾ സ്ഥിരം കാണുന്നവർക്ക് അറിയാം. കുറേ മുന്നേ ഒരു വ്ളോഗിൽ രമേശേട്ടൻ ഉണ്ണിയോളേനെ നീന്തലൊക്കെ പഠിപ്പിച്ച കുളമാണിത് കേട്ടോ. ഇപ്പോൾ ഇങ്ങനെ വെള്ളമൊക്കെ നല്ല രീതിക്ക് പൊന്തി വന്നിട്ടുണ്ട്. പക്ഷെ ഇത്രയൂടെയും കുളത്തിലത്തെ വെള്ളം തെളിയാണ്ട്, കിണറ്റിലെ വെള്ളം നല്ലോണം തെളിഞ്ഞിട്ടുണ്ട് കേട്ടോ. അപ്പം ഞാനും എൻ്റെ സോനുട്ടി ഇങ്ങനെ കുളത്തിൻ്റെ കരയിൽ ഇവർ മീൻ പിടിക്കുന്നതൊക്കെ നോക്കി ഇരിക്കുകയാണ്. സത്യം പറഞ്ഞാൽ അവരവിടെ നിൽക്കുന്നുണ്ടെങ്കിലും എനിക്ക് നല്ല രീതിക്ക് ടെൻഷൻ ഉണ്ട്. ഈ വക്കൊക്കെ ഇങ്ങനെ മഴ പെയ്തിട്ടൊക്കെ ഇടുങ്ങി നിൽക്കുമായിരിക്കും. ഉണ്ണിയോക്കും നീന്തലറിയില്ല, എനിക്കും നീന്തലറിയില്ല. ഞാൻ അവരടുത്ത് പറയുന്നുണ്ട്, മക്കളെ അതിലേക്ക് വീണ് കഴിഞ്ഞാൽ കൂടെ ചാടുക എന്നല്ലാണ്ട് നിങ്ങളെ രക്ഷപ്പെടുത്തുന്നതിൻ്റെ മുന്നേ അമ്മ അതിൽ മുങ്ങി താന്ന് പൊക്കോളും. കാരണം എനിക്ക് ശ്വാസം ഒട്ടും വെള്ളത്തിൽ പിടിച്ച് നിൽക്കാൻ പറ്റാത്ത ആളാണ്, വെള്ളത്തിലേക്ക് ഇറങ്ങാൻ തന്നെ പേടിയുള്ള ആളാണ്. അതുകൊണ്ട് എൻ്റെ ഉണ്ണിയോളെ ഇവിടെ നിന്നിട്ടുള്ള മീൻപിടുത്തം അമ്മയ്ക്ക് അത്രയും കണ്ട് ദഹിക്കണില്ല, നമുക്ക് ആ തോട്ടിക്ക് പോവാന്ന് പറഞ്ഞു. തോട്ടിലാണെങ്കിൽ കുറച്ച് വെള്ളമുള്ളൂ. രണ്ട് ചൂണ്ടെങ്കിൽ കുന്നം കിട്ടി. ഇന്ന് വൈകുന്നേരം ഇത് പിടിച്ചോണ്ടായിട്ട് വേണം വറക്കാൻ ചോറിന്. ശരിക്കും പറഞ്ഞാൽ ഉണ്ണിയോളുടെ കൂടെ ഞാൻ വരേണ്ട ആവശ്യമൊന്നുമില്ല അവർക്ക് ഇതുപോലെ ചൂണ്ടയൊന്നും ഇടാനായിട്ട്. എന്താ വെച്ചാൽ ഇത് നമ്മളുടെ തൊടിയിലുള്ള കുളമാണ്, അതുപോലെ നമ്മുടെ അടുത്തുള്ള പാടവും തോടും ഒക്കെയാണ്, അവർക്ക് തന്നെ പോകാവുന്ന തന്നെ ഉള്ളൂ. പക്ഷേ നമ്മൾ സൈക്കിൾ ഓട്ടാനും ഫുട്ബോൾ കളിക്കാനും ഒക്കെ തന്നെ വിടുന്ന മാതിരിയല്ല ചൂണ്ടലൊക്കെ ഇടാനായിട്ട് മക്കളെ പറഞ്ഞയക്കുമ്പോൾ. നല്ല രീതിക്ക് നീന്തൽ അറിയെങ്കിൽ ഒരു കുഴപ്പമില്ല. കുട്ടികൾക്ക് ഈ ഒരു പ്രായമാകുമ്പോഴേക്കും നീന്തൽ പഠിക്കുകയാണെങ്കിൽ ഓക്കെയാണ്, അവരെ നമുക്ക് ധൈര്യമായിട്ട് പറഞ്ഞയക്കാം. ഇതിപ്പോൾ അതൊന്നും അറിയാതെ എൻ്റെ ഉണ്ണികളെ ചൂണ്ടലൊക്കെ ഇടാൻ വിട്ട് കഴിഞ്ഞാലേ എനിക്കൊരു സമാധാനം കിട്ടൂല. അതുകൊണ്ടാണ് പിന്നാലെ പോന്നിരിക്കുന്നത് കേട്ടോ. മുതിർന്നവർ പറയില്ലേ തീനോടും വെള്ളത്തിനോടും ഒന്നും കളിക്കരുത് എന്ന്, അതൊരു വലിയ കാര്യം തന്നെയാണ്. നമ്മൾ നോക്കാനുള്ളത് നമ്മൾ നോക്കുക തന്നെ ചെയ്യണം, ബാക്കിയൊക്കെ പിന്നെ നമ്മളുടെ തലയിൽ വരന്നെയാണ്. ഇപ്പോൾ തോട്ടിൽ നിന്ന് വെള്ളം മീൻ പിടിക്കുന്നത് വളരെ എളുപ്പമാണ്, ഒരു പേടിയും പേടിക്കണ്ട. കവറോ കടലാസോ ഒലിച്ചു പോകാനുള്ള ഒഴുക്ക് മാത്രമേ ഉള്ളൂ. ആ ഒരു സമാധാനക്ക് വരുമ്പോൾ ഉണ്ടായിരുന്നു. പക്ഷെ ഇവിടെ എത്തിയപ്പോൾ പോയിട്ടോ. എന്താ വെച്ചാൽ തോട്ടിൽ നല്ല കല്ലുകളാണ്. എൻ്റെ ഉണ്ണികളാണെങ്കിൽ പാലത്തുമ്മ ഇരുന്ന് എന്താ പറയുക തല കുത്തി മറിഞ്ഞ് ആനല്ലാത്ത ആറാട്ടായിരുന്നു. പറഞ്ഞ ഒരക്ഷരം കേൾക്കൂല. എൻ്റെ സോനുട്ടിയും ചിഞ്ചുട്ടിയും ഉണ്ട് കേട്ടോ. ചിഞ്ചുട്ടി അടങ്ങിയിരിക്കും, പറഞ്ഞാലൊക്കെ കേൾക്കും. സോനു അച്ചും ഒരേ പോലെയാണ്, ഒന്നിനൊന്ന് മെച്ചാണ്, ഒരിടത്ത് അടങ്ങിയിരിക്കുകയേ ചെയ്യില്ല. വളരെ കുട്ടിപ്പാമ്പ് അത് പൈക്ക് കാങ്കുത്തു. ഞങ്ങളെപ്പോലെ തന്നെ കുറേ പേര് വന്ന് ഇങ്ങനെ പാലത്തിലിരുന്ന് വർത്താനൊക്കെ പറയണം കേട്ടോ. ഈ ഒരു തോടിൻ്റെ കുറുകയായിട്ട് ഇതുമാതിരി കുറേ കുഞ്ഞു കുഞ്ഞു പാലങ്ങളുണ്ട്. അപ്പം ഇങ്ങനെ ഓരോ ഭാഗത്ത് ഓരോ സെക്ഷൻ ആൾക്കാരിരുന്ന് സംസാരിക്കുകയാണ്, കുട്ടികളും മക്കളും ഒക്കെ ആയിട്ട് കളിക്കുകയൊക്കെ ചെയ്യാണ് കേട്ടോ. നല്ല രസമാണ് അല്ലേ, ഒരു ഉച്ചരിഞ്ഞ നേരത്തൊക്കെ ഇങ്ങനെയുള്ള ഭാഗങ്ങളിലൊക്കെ ടൈം സ്പെൻഡ് ചെയ്യാനായിട്ട്. എനിക്ക് ആകെ കിട്ടിയ ഒരു മഹാഭാഗ്യം എന്നുള്ളത് എൻ്റെ സ്വന്തം നാട്ടിലും പിന്നെ കെട്ടിക്കൊണ്ടുവന്ന നാട്ടിലും ഇതുപോലെയുള്ള കുറച്ച് സ്ഥലങ്ങളൊക്കെ ഉണ്ട് നമുക്ക് നല്ല രീതിക്ക് സമയം ചെലവഴിക്കാനും കാണാനും ആസ്വദിക്കാനും ഒക്കെ ആയിട്ട് കേട്ടോ. അപ്പം എൻ്റെ ഉണ്ണികൾക്ക് ആ പാലത്തുമ്മ ഇരുന്ന് രാശിക്കുറവ് കൊണ്ടാണ് മീൻ കൊളുത്താത്ത എന്നൊരു ധാരണ ഉണ്ട്. തൊട്ടടുത്ത ഒരു പാലത്തേക്ക് ഞങ്ങൾ ചൂണ്ടയൊക്കെ ആയിട്ട് വന്നിട്ടുണ്ട്. വീട്ടിൽ തൊടിയിൽ കളച്ച് ഒരു പറ ഞാഞ്ഞൂളൊക്കെ ആയിട്ടാണ് എൻ്റെ ഉണ്ണിയോളം ഇങ്ങോട്ട് പോന്നിട്ടുള്ളത്. ഞാഞ്ഞൂളിൻ്റെ എണ്ണം കുറയണു എന്നല്ലാണ്ട് ഒരു കുഞ്ഞിപ്പാറ്റ മീൻകുട്ടിയെ പോലും എൻ്റെ ഉണ്ണികൾക്ക് പിടിക്കാൻ പറ്റിയിട്ടില്ല കേട്ടോ. എന്നാലും ചൂണ്ട തോട്ടിലേക്ക് മുക്കി അങ്ങനെ ഇരിക്കുകയാണ്. ഞാനുണ്ടല്ലോ ഫോൺ ഇത്തിരി നേരം മതിലരികെ ഒന്ന് വെച്ചു കേട്ടോ.
സ്വാഗതം. നിങ്ങൾ ഇത്ര നേരം കണ്ട കുട്ടി വ്ളോഗറാണ് നമ്മളുടെ സോനുകുട്ടി. അവൾ നമ്മുടെ ചാനലിനെ ഒന്ന് പ്രൊമോട്ട് ചെയ്തതാണ്. അത് മതിയോ? എന്നാ മതി. ഓ പ്ലേ ബട്ടൺ ഇപ്പൊ ചെന്ന് നമ്മൾ അടുക്കളേന് ഇഡ്ലി തട്ടിട്ടു. അവളെന്താ പറയുന്ന അറിയോ, 8 കോടിയും 10 കോടിയും ഒക്കെ സബ്സ്ക്രൈബേഴ്സ് എൻ്റെ രശ്മിയമ്മയുടെ അക്കൗണ്ടിന് വരും, എന്നിട്ട് മേമയ്ക്ക് പ്ലേ ബട്ടൺ കിട്ടുന്നൊക്കെ. എൻ്റെ അവസ്ഥ എന്താന്ന് അവക്ക് വല്ല അറിയോ അല്ലേ? നമ്മളിങ്ങനെ ഞാഞ്ഞൂട് പോലെ ഈണ്ടഴിഞ്ഞ് പോകുന്ന ഒരു കുട്ടി ചാനലാണ് നമ്മുടെ എന്നുള്ള കാര്യമൊന്നും എൻ്റെ കുട്ടിക്ക് മനസ്സിലായിട്ടില്ല. അതുകൊണ്ടാണ് അവൾ അങ്ങനെയൊക്കെ പറഞ്ഞ് നിങ്ങളാരും ഒന്നും കരുതിയേക്കരുത് കേട്ടോ. ഇത്ര നേരം ചൂണ്ടയിട്ടിട്ട് ഒരു കുഞ്ഞു മീനെ പോലും കിട്ടാത്തതിൻ്റെ കുഞ്ഞൊരു സങ്കടം അച്ചുട്ടിനുണ്ടായിരുന്നു കേട്ടോ. അപ്പം ഞാൻ അവൻ്റെ അടുത്ത് പറഞ്ഞു, നമ്മൾ അമ്മമ്മയുടെ വീട്ടിലേക്ക് പോകുന്നുണ്ടല്ലോ, അമ്മമ്മയുടെ വീട്ടിലാണെങ്കിൽ ഉമ്മർത്തിരുന്ന കൈകൊണ്ട് തന്നെ മീൻ പിടിക്കാൻ പറ്റും പാടത്തുനിന്ന്, നമുക്ക് മീൻ കിട്ടാത്ത സങ്കടമൊക്കെ അപ്പം അങ്ങോട്ട് തീർക്കാമെന്നൊക്കെ ഞാൻ വാക്ക് കൊടുത്തു കേട്ടോ. അപ്പോൾ മീൻ പിടിക്കാൻ വേണ്ടിയിട്ട് ഒരു ഡപ്പ നിറച്ച് ഞാഞ്ഞൂലിനെ പെറുക്കിയെടുത്തിട്ടുണ്ടായിരുന്നു. പിന്നെ ഇപ്പോൾ അതിനെ തിരിച്ച് വീട്ടിൽ കൊണ്ടുപോയിട്ട് കാര്യമില്ലല്ലോ. അപ്പോൾ നമ്മുടെ കുളത്തിലേക്ക് അവനാ ഞാഞ്ഞൂലിനെയൊക്കെ കൊട്ടിക്കൊടുത്തിട്ടുണ്ട് അതിലുള്ള മീനുകൾക്ക് കഴിക്കാനായിട്ട്. ഞാൻ ഈ ഞാഞ്ഞൂള് എന്ന് പറയുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവുണ്ടോ അറിയില്ല, മണ്ണിര, അതിന് തന്നെയാണ് ഞാഞ്ഞൂള് എന്ന് പറയണത് കേട്ടോ. അപ്പം അത് ഓരോ സ്ഥലത്ത് ഓരോ പേരായിരിക്കും. അപ്പം നിങ്ങളുടെ നാട്ടിലൊക്കെ അതിനെന്താ പറയണതെന്ന് ജസ്റ്റ് ഒന്ന് കമൻറ്റ് ചെയ്യണേ. എന്തായാലും ഇന്നത്തെ ആറാട്ടെല്ലാം കഴിഞ്ഞ് ഞാനും മക്കളും വീട്ടിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. സോനുട്ടിയും ചിഞ്ചും അവരുടെ വീട്ടിലേക്ക് അങ്ങനെ കയറിയിട്ടാ. അപ്പോൾ ഇന്നത്തെ നമ്മളുടെ വീഡിയോയിലെ വിശേഷങ്ങളൊക്കെ നിങ്ങൾക്ക് ഇഷ്ടമാവുകയാണെങ്കിൽ ഞങ്ങളുടെ ഫാമിലീനെ ഒന്ന് സപ്പോർട്ട് ചെയ്യണം കേട്ടോ. അതുവരെ സപ്പോർട്ട് ചെയ്ത് എല്ലാവർക്കും ഒരുപാട് താങ്ക്സ്.